രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. നമസ്കാരം. 10 ചോദ്യങ്ങളാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം പാഠപുസ്തകവുമായും ഹൈസ്കൂൾ ടീച്ചിങ് മെത്തഡോളജിയുമായും ഒക്കെ ചേർത്ത് നിൽക്കുന്ന സാധാരണ ചോദ്യങ്ങളാണ്. കണക്ക് പ്രധാന വിഷയമായിട്ട് എടുത്ത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങളും വളരെ എളുപ്പമുള്ളതായിട്ട് തോന്നും. എന്നാലും ഈ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇത്രയേ ഉള്ളൂ. അതായത് ഈ കൊടുത്തിരിക്കുന്നതിൽ എക്സ് ഈസ് എ റാഷണൽ നമ്പർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡെഫിനറ്റ്ലി എ റാഷണൽ നമ്പർ. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ കൊടുത്തിരിക്കുന്നതിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു റാഷണൽ നമ്പർ ആയത് ഏത് എന്നുള്ളതാണ്. ഇപ്പൊ ക്ലിയർ ആണ്. എക്സ് റാഷണൽ നമ്പറാണ്. റൂട്ട് എക്സ് എന്ന് പറയുന്നത് റാഷണലും ആകാം ഇറാഷണലും ആകാം. ഇപ്പോൾ എക്സ് 4 ആണെങ്കിൽ റൂട്ട് എക്സ് ഈസ് 2, ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. അത് നമുക്കറിയാം. പൈ എക്സ് അതൊരു റാഷണൽ നമ്പറാണ്. അവസാനത്തെ ഓപ്ഷനിലും ഒരു ഇറാഷണൽ നേച്ചർ അതിനുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായ ഓപ്ഷൻ ഇതാണ്. സി ഈസ് ഈക്വൽ ടു സി, അതാണ് ശരിയായ ഓപ്ഷൻ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർഡ് പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർഡ് ഈസ് ഇതാണ്. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്നത് ഉറപ്പായിട്ടും ഒരു റാഷണൽ നമ്പർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 മൈനസ് 2x. അപ്പോൾ കിട്ടുന്നത് ഒരു റാഷണൽ നമ്പറാണ്. കാരണം എക്സ് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഓപ്ഷൻ ഇതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. P of x is equal to ax square plus bx plus c is a second degree polynomial. അതിൻ്റെ ഫാക്ടർ ആണ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇപ്പം എക്സ് സ്ക്വയർ മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ എക്സ് മൈനസ് 1 ആൻഡ് എക്സ് പ്ലസ് 1 ആർ ഫാക്ടേഴ്സ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതുകൊണ്ട് പി ഓഫ് 1 is equal to 0, P of 1 is equal to 0, P of minus 1 is equal to 0. ഓക്കെ, അതായത് എ പ്ലസ് ബി പ്ലസ് സി 0 എ മൈനസ് ബി പ്ലസ് സി 0. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബി 0 ആണെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ആൻസർ 0. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് ആൻ ഈവൺ നമ്പർ. 2 ഓഡ് നമ്പറുകൾ കൂട്ടിയാൽ ഒരു ഈവൺ നമ്പർ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒരു കാര്യമാണ്. പക്ഷെ ഇത് പ്രൂവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യുന്നതിന് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരി, ആപ്റ്റായിട്ടുള്ള റീസൺ മെത്തേഡ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഡയറക്റ്റ് മെത്തേഡാണ് ഇതിൻ്റെ ആൻസർ. കാരണം ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം 2n+1 ആണ്. ജനറൽ ഫോം 2n+1 ആണ്. അപ്പോൾ 2n+1 2m+1 ആഡ് ചെയ്ത് കിട്ടുന്നത് 2 × n+m+2. ഇത് തീർച്ചയായിട്ടും ഒരു ഈവൺ ആണ്. ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൾജിബ്രിക് ഫോമിൽ തന്നെ എഴുതുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡിൻ്റെയോ കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെയോ ആവശ്യമില്ല. കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് അത് 4ാമത് കൊടുക്കുന്നതാണ്. ഇപ്പം ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 ആയാൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഓക്കെ,
ഈ സാധനം ഈ കാര്യം തെളിയിക്കുന്നതിന് നമുക്ക് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 അല്ലെങ്കിൽ എക്സ് 2 ആകുന്നില്ല. തിരിച്ചൊന്ന് പറയുന്ന ഒരു പ്രോസസ്സാണിത്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് negation q implies the negative of q is q of p എന്ന് പറയുന്ന ഒരു റീസണിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഈ കാണുന്നതാണ്. കുറച്ച് ലോജിക്കൽ തിങ്കിങ് ആവശ്യമുള്ളൊരു ചോദ്യമാണിത്. ഇതിൽ 3 സ്ക്വയറുകൾ, ഒരേ വലിപ്പമുള്ള 3 സ്ക്വയറുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. 3 പേപ്പറുകളാണ്, ഒരേ വലിപ്പമുള്ള 3 സ്ക്വയർ പേപ്പറുകൾ ഒന്നിനു മുകളിൽ ഒന്നിലേക്ക് പതുക്കെ ഒന്നിങ്ങനെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിൽ ഓവർലാപ്പ് ചെയ്യാത്ത ഭാഗങ്ങളുണ്ട്, ഇവിടെയും ഇവിടെയും ഇവിടെയും. അത് 3 കൂടി കൂട്ടുമ്പോൾ 117ആണ്. പിന്നെ ഓവർലാപ്പ് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, അത് 258 ആണ്. അപ്പം 2 തന്നെ 2 പ്രാവശ്യം കൊടുക്കണം. 2 പേപ്പറിൻ്റെയും 2 എന്ന ഇത് ആ മുകളിൽ കാണുന്നതും ഇതിൻ്റെ താഴെ ഇരിക്കുന്നതും. അതുകൊണ്ട് 2 times 2 + 5 + 8, അതായത് 117 + 30 എന്ന് പറഞ്ഞാൽ 147 ആണ്. ഈ 147 ആണ് 3 സ്ക്വയറിൻ്റെയും കൂടിയുള്ള ഏരിയ എങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയർ പേപ്പറിൻ്റെ ഏരിയ 147/3 49 അപ്പോൾ ഒരു സ്ക്വയർ പേപ്പറിൻ്റെ സൈഡ് തീർച്ചയായിട്ടും 7 ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിനുള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഈ മുകളിലുള്ള എ പി എന്ന് പറയുന്നത് 3√2 ആണ്, മറ്റത് √2 ആണ് താഴെയുള്ളത്. അപ്പം അങ്ങനെ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഈ ട്രയാങ്കിൾ എ ഡി സി അല്ല, ട്രയാങ്കിൾ എ ഡി ഇ, ട്രയാങ്കിൾ ഇ എഫ് സി, ഇത് രണ്ടും ഒരേ ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ് ആണല്ലോ. തീർച്ചയായിട്ടും ഇത് എക്സ് എന്ന് എടുത്താൽ ഇത് എക്സ് ആണ്, ഇത് 90 - x, ദിസ് ഇസ് 90 - x. രണ്ട് ട്രയാങ്കിളും സെയിം ആംഗിൾസ് ഉള്ള ട്രയാങ്കിളാണ്. നമ്മുടെ സിമിലാരിറ്റി അത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈക്വലായ ആംഗിൾസിന് ഓപ്പോസിറ്റായ സൈഡ്സിനുണ്ടാവുന്ന മാറ്റം ഒരേ സ്കെയിലിലായിരിക്കും, ചേഞ്ചസ് ഇൻ ദ സെയിം സ്കെയിൽ എന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. അതനുസരിച്ച് നമുക്ക് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡി ഇ ബൈ ഇവിടുത്തെ എക്സിന് ഓപ്പോസിറ്റായ √2 ഇസ് ഈക്വൽ ടു ഇവിടുത്തെ 90 - x ആണതെങ്കിൽ അത് 3√2 ബൈ അതിന് ഓപ്പോസിറ്റായ ഇ എഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി ഇ ഇൻറ്റു ഇ എഫ് ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു 3√2, √2 ഇൻറ്റു 3√2, അത് √6 ആണ് ഉറപ്പായിട്ടും. √6 അല്ല, 6 ആണത്. √2 ഇൻറ്റു √2 അപ്പോൾ 6 എന്ന് കിട്ടും. അതായത് ഇതാണല്ലോ ആ ഷെയ്ഡഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ആൻസർ 6 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് എന്താണെന്ന്, അത് മെത്തഡോളജിയൊക്കെ സാധാരണ വായിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കണക്റ്റിംഗ് ഡെഫിനിഷൻസ് ആൻഡ് തിയറംസ്. ഇൻഡക്റ്റീവ് റീസണിങ്ങിനാണെങ്കിൽ ആദ്യത്തേതും, ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ സെക്കൻഡ് ആൻസറാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, ഈ റിലേഷൻ എയും ബിയും സിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. a³ + b³ ഇസ് ഈക്വൽ ടു c³ + 1 എന്നത് വളരെ പോപ്പുലറായ ഒരു നമ്പറുമായി അസോസിയേറ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് രാമാനുജൻ നമ്പറാണെന്ന്. a³ + b³ ഇസ് ഈക്വൽ ടു c³ + 1, അതായത് 10³
പ്ലസ് 9 ക്യൂബ്ഡ് ഇസ് ഈക്വൽ ടു 12 ക്യൂബ്ഡ് പ്ലസ് 1 ക്യൂബ്ഡ്. അതായത് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യൂബിക് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് രണ്ട് ഡിഫറെൻ്റ് വേസിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഇൻറ്റിജർ എന്നുള്ള വളരെ ഹിസ്റ്റോറിക്കലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 12 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഇതൊരു സ്ക്വയറിനുള്ളിൽ വരച്ചിരിക്കുന്ന ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. ഇക്വലാറ്ററൽ ആയതുകൊണ്ട് ഈ ആംഗിൾ 60 ആണ്, ഇത് ബാക്കി 90 ആണ്, ഇത് 45 ആണ്, ഡയഗണലാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിള് അത് തീർച്ചയായിട്ടും 105 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതെത്ര? ഈ റൂട്ട് ഓഫ് 1 2 3 4 5 ആ എഴുതിയിരിക്കുന്നത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും എന്നുള്ളതാണ്. അതിപ്പോൾ a+b² അതിൻ്റെ റൂട്ട് a+b ആണ്. അത് ഓർത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ സാധാരണ കണക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റൂട്ട് ഓഫ് 1 2 3 4 5 സ്ക്വയർ പ്ലസ് 1 2 3 4 5 പ്ലസ് ദിസ് ഇസ് 1 2 3 4 5 പ്ലസ് 1 എന്ന് കണ്ടാൽ ക്ലിയർ ആണ്. ദിസ് ഇസ് 1 2 3 4 5 പ്ലസ് 1 ഹോൾ സ്ക്വയർഡ് ആണ്. അപ്പോൾ ആൻസർ 1 2 3 4 6 4 5 1 2 3 4 6 ഇത് ഈ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷനാണ്. 10ാം ക്ലാസ്സിലെ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന ഒരു സാധാരണ കൺസെപ്റ്റാണ് ഇത്. ഇതിൻ്റെ സെൻറ്ററും റേഡിയസും എത്ര എന്നാണ് ചോദ്യം. രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണെങ്കിൽ x² പ്ലസ് 2x പ്ലസ് y² ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ട് x² പ്ലസ് 2x പ്ലസ് 1 പ്ലസ് y² ഇസ് ഈക്വൽ ടു 2 ആവും. This is x plus 1 whole square plus y minus 0 whole square is equal to ഉണ്ടോ? രണ്ട് സൈഡും നമ്മൾ 1 ആഡ് ചെയ്തേക്കണെയാണ്. അപ്പോൾ ഇവിടെ 2 എന്ന് വരും. 2 എന്നുള്ളത് √2² എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് x minus -1 x minus -1 square plus y minus 0 square is equal to √2². x minus a whole square plus y minus b whole square is equal to r² ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ -1 0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയല്ല നമ്മൾ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷനായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ, സർക്കിളിൻ്റെ കോണിക് സെക്ഷനിൽ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷനായിട്ടാണ് കമ്പയർ ചെയ്യണമെങ്കിൽ x² പ്ലസ് y² പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c = 0 എന്ന് കമ്പയർ ചെയ്താൽ ഇവിടെ -g -f സെൻറ്ററാണ്. √g² പ്ലസ് f² മൈനസ് c എന്ന് പറയുന്ന റേഡിയസ് ആണ്. അങ്ങനെയും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ 10 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. ഈ കേറ്ററ്റ് 3ൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെ ഹൈസ്കൂൾ പാഠപുസ്തകവുമായി നേരിട്ട് ബന്ധമുള്ളതും ഹയർ സെക്കൻഡറിയിലെ വളരെ ബേസിക്കായ കുറേ കാര്യങ്ങളുമായിട്ട് ചേർത്ത് നിർത്താവുന്നതുമായ കാര്യങ്ങളാണ്. അതൊരു ടീച്ചർ പേഴ്സ്പെക്റ്റീവിൽ നമ്മളത് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാലത്തെ ചോദ്യപേപ്പറുകളിൽ കാണുന്ന ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നന്ദി.